അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിച്ചു നമ്മളോട്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന കിണറിൽ നിന്ന് എത്ര വീടുകളിലേക്ക് അല്ലെങ്കിൽ എത്ര ആളുകൾക്ക് ഇത് സപ്ലൈ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ഒരു ആശയം ഉപയോഗിച്ചിട്ട് മാത്രമാണോ, അതല്ല വേറെ എവിടെന്നെങ്കിലും വെള്ളം എടുത്ത് കൊടുക്കുകയാണോ? എന്താണ് ഇത് ഇവിടുന്ന് തന്നെയാണോ? അത് എൻ്റെ കിണർ കുഴിച്ചിട്ട് ഇപ്പോൾ ഒരു 30 കൊല്ലത്തിന് മേലെ ഞാനും എൻ്റെ സുഹൃത്തും കൂടി കുഴിച്ചതാണ്. എനിക്കൊരു 10-20 വയസ്സൊക്കെ ഉണ്ടായത്. അന്ന് ഞങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത കിണറായിരുന്നു, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 16 വെടി വെച്ച് പാറ പൊട്ടിച്ച് ഒരു കുഴിയാക്കിയിട്ട് ആ കുഴിയിലേക്ക് വന്ന വെള്ളം ഞങ്ങൾ കോരിയെടുക്കലായിരുന്നു. ഒരു 10 കുടം വെള്ളം 15 കുടം വെള്ളം ആവറേജ് ഈ കുംഭം മീനമാസത്തിൽ കിട്ടിയ കിണറിലാണ് ആയിരുന്നു ഞങ്ങളെ കിണർ. പിന്നീട് ഞാൻ ആ കാലം തൊട്ടേ നമ്മൾ ഈ ക്യൂരിയോസിറ്റിയിൽ പലതും എൻ്റെതായിട്ടുള്ള ഞാൻ ഒരു വ്യത്യസ്തമായൊരു ചിന്താഗതി ആയതുകൊണ്ട് എൻ്റെതായിട്ടുള്ള ലെവലിൽ നമ്മൾ ഈ പതക്കീറിൻ്റെ പാറ്റി നിൽക്കണമെന്ന് കുറേ ഒരു പദമുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അത് പിന്നെ 100% സറണ്ടർ ഓഫ് ദ ഗോഡ് എന്നൊരവസ്ഥ ഉണ്ട്, അനന്യ ചിന്ത എന്ന് പറയും. അപ്പോൾ ഇതുപോലെ ചെയ്തപ്പോൾ ഇന്ത്യയിൽ വന്ന ഓരോ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്താണ്ടാണ് ഞാൻ ഈ ലെവലിലാക്കി. ഇന്ന് എൻ്റെ കിണറിൽ ഞങ്ങൾക്ക് മോട്ടർ മാത്രമല്ല, ഏതാണ്ട് 8 വീട്ടുകാരുടെ മോട്ടറുണ്ട്. അപ്പോൾ അയൽവാസികളൊക്കെ എന്താ വെച്ചാൽ ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോന്നും മാത്രമല്ല, ഇവിടുത്തെ വെള്ളത്തിൻ്റെ ടേസ്റ്റ് കൊണ്ടും ആളുകൾ എന്ത് ചെയ്യും, ഇവിടെ മോട്ടർ വെച്ചാലാണ്. അതുകൊണ്ട് അവർ മിക്കവാറും ആളുകൾ കിണർ കുഴിച്ചിട്ടുണ്ടല്ല. പിന്നെ നമ്മളെ വീട്ടിൽ നമ്മളെ ഉമ്മ പിന്നെ ആര് വെള്ളം കോരാൻ വന്നാലും ഉമ്മ സമ്മതിക്കില്ല. ഉമ്മ പറയുമ്പോഴത്തെ ആരും വെള്ളം കോരണമെന്നാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മോട്ടർ വെച്ചോളൂ. നമ്മൾ സാധാരണ തിയറി എന്താ വെച്ചാൽ നിങ്ങൾ കോരി കൊണ്ടേക്കോളി, മോട്ടർ വെക്കേണ്ടതാണ്. ഞങ്ങളെ തിയറി എന്താ വെച്ചാൽ അയൽവാസികൾ ആര് വന്നാലും പറയും നിങ്ങൾ എന്തെങ്കിലും പൈപ്പിൽ നിന്ന് എടുത്ത് പോയിക്കോളി, അല്ലെങ്കിൽ നിങ്ങൾ മോട്ടർ വെച്ചോളൂ. അങ്ങനെ വെച്ചിപ്പോൾ ഒരു 5-8 മോട്ടർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടം പോലെ 1000 ലിറ്റർ പെർ ഡേ എല്ലാവരും അടിക്കുന്നുണ്ട്. ഒരാവശ്യത്തിന് മിനിമം കൂട്ടുകയാണെങ്കിൽ ഒരു വീട്ടിൽ 1000 ലിറ്റർ വെള്ളം, ഞങ്ങൾക്കും 1000. അപ്പോൾ എത്രയായി? 8000 ലിറ്ററായി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ കൊയിലാണ്ടി പെരിന്തൽമണ്ണ ഹൈവേയിൽ നമ്മൾ എൻ്റെ 25ാമത്തെ ജന്മദിനത്തിന്, അതായത് കറക്റ്റ് പറഞ്ഞാൽ 1995 ഓഗസ്റ്റ് 15 എൻ്റെ ജന്മദിനത്തിന് അന്ന് ഒരു പൊതുജനങ്ങൾക്ക് ഒരു ടാപ്പ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 27-26 കൊല്ലമായിട്ട് ഇപ്പോഴും അതവിടെ കയറുമ്പോൾ തന്നെ കാണാം. അപ്പോൾ അതിൽ ഒരു 500 ലിറ്റർ വെള്ളമൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പോയിരുന്നത്. പക്ഷേ ഒരു വളരെ പിന്നെ ഒരു അത്ഭുതം എന്ന് പറയാം, ഈ കോവിഡിന് ശേഷം ഇപ്പോൾ നമുക്ക് ഒരു 1500-2000 ലിറ്റർ വെള്ളം പെർ ഡേ അതിന് മാത്രം പോകുന്നുണ്ട്. അതിന് കാരണം ഇതിപ്പോൾ ഒരു ഇൻട്രസ്റ്റേറ്റ് റോഡാണ്, കർണാടക തമിഴ്നാട്ടിലും മറ്റും ദൂരത്തേക്ക് പോകുന്ന വലിയ റോഡാണ്. ഈ ലോറികളൊക്കെ രാത്രി പോകുമ്പോൾ ഇപ്പം രാത്രി ഇവിടെ നിർത്തിയിട്ട് ഇപ്പോൾ 20 ലിറ്റർ 30 ലിറ്റർ ക്യാനിൽ നിറച്ച് പോകുന്ന ഇതുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ മുമ്പൊക്കെ ആളുകൾ സെൽഫ് കുക്കിംഗ് കുറവായിരുന്നല്ലോ. ഇപ്പോൾ ഈ കോവിഡിന് ശേഷം എല്ലാ വണ്ടിക്കാരും സെൽഫ് കുക്കിംഗ് ആയതുകൊണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ട ഒരു വണ്ടിക്ക്, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട വണ്ടിക്ക്, കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട ഒരു വണ്ടിക്ക് ലോറിക്കാരനറിയാം മലപ്പുറത്ത് അരീക്കോട് ചെല്ലുമ്പോൾ ഇവിടെ വെള്ളം കിട്ടുന്നില്ല. ഇപ്പോൾ മൈസൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ ബത്തേരി കഴിയുമ്പോൾ ഒരാൾക്കാരെ ഇവിടെ വെള്ളം ഉണ്ടെന്നില്ല. കണ്ണൂരിൽ നിന്ന് പോകുന്ന വണ്ടിക്കാരനറിയാം, പാലക്കാട് നിന്ന് വണ്ടിക്കാർക്കൊക്കെ അറിയാം ഇന്ന സ്ഥലത്ത് വെള്ളം ഉണ്ടാകും. അപ്പോൾ രാത്രി വരും ലോറിക്കാർ നമ്മളിവിടെ പാർക്കിങ്ങിലുണ്ട്, സൈഡായിട്ട് നമ്മൾ കോംപ്ലക്സിന് മുമ്പിൽ നിർത്തും. രാത്രി 1 മണി 2 മണിക്കൊക്കെ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഇത്രയും കന്നാസിൽ കോരി കൊണ്ടുപോകുമ്പോൾ ഞാൻ തന്നെ പല ക്ലാസ്സും കഴിഞ്ഞ് ആ സമയത്ത് 1 മണിക്ക് 2 മണിക്ക് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ വണ്ടി നിർത്തി നമുക്ക് കാണാം. ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ എന്നും ഒരു 9:00 ഉറങ്ങുന്ന ഒരു സിസ്റ്റമുള്ള ആൾക്കാർ. അപ്പോൾ 9:00 ഉറങ്ങുമ്പോൾ ഞങ്ങൾ 1000 ടാങ്ക് ഞങ്ങൾ ഫുള്ളായി ഇല്ലി എടുക്കും. രാവിലെ സുബൈക്ക് ഒരു 4:30 ഒരു പിന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കും ഞങ്ങൾ. അപ്പോൾ ആ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ എണീറ്റ് വാഷ് ബേസിക്ക് പോകുമ്പം മിക്ക ദിവസങ്ങളിലും എന്തുണ്ടാവില്ല, വാഷ് ബേസിൽ വെള്ളം ഉണ്ടാവില്ല. കാരണം 9:00 അടിച്ച വെള്ളം 4:30 ആകുമ്പോഴേക്ക് കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം പൈപ്പ് കിടന്ന് പോകുമല്ലോ, ആളുകൾ എടുത്തു പോവാണ്. പക്ഷെ നമ്മളെ സങ്കടം എന്താ വെച്ചാൽ മിക്ക ദിവസങ്ങളിൽ നമ്മൾ ആ മുഹൂർത്തത്തിന് എണീറ്റ് നമ്മൾ ബാത്റൂമിൽ ചെല്ലുമ്പോൾ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് വന്ന ആളുകൾക്ക് വെള്ളം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ 3 മണിക്ക് വെള്ളം കഴിഞ്ഞ് ഞങ്ങൾ നീക്കുന്നത് 4:30 ആ ഒരു 1.5 മണിക്കൂർ വന്ന ആളുകൾ വെള്ളം ഇല്ലാതെ പോകും. അതാണ് ഇപ്പോൾ നമുക്ക് സങ്കടം. ഏതായാലും ഞങ്ങളൊരു നല്ല നീയത്തിലത് ചെയ്യണം. 1000 ലിറ്റർ വെള്ളം മിക്ക ദിവസങ്ങളും, അതായത് ഒരാഴ്ചയിൽ ഇന്നൊക്കെ അങ്ങനെ തന്നെ കണ്ടത്. മിക്ക ദിവസങ്ങളിലും 1000 ലിറ്റർ വെള്ളം രാവിലെ നമുക്ക് പോകും. പിന്നെ പകൽ നിറച്ച വെള്ളം ഇവിടെ അടുത്തുള്ള എല്ലാ ഷോപ്പുകളിലും ഈ കഫറ്റീരിയകളിലും ബൂഫിയകളിലും ചായപ്പൊടികളൊക്കെ അബ്ദുഖാൻ്റെ വീട്ടിലെ വെള്ളമാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ ചായ കുടിക്കുള്ളൂ. അതുകൊണ്ട് ഇവരൊക്കെ കന്നാസിലാക്കിയിട്ട് ചായ ഉണ്ടാക്കാനുള്ള വെള്ളം നമ്മളെ വീട്ടിൽ നിന്ന് വണ്ടിയിൽ കൊണ്ടുപോകാൻ ചെയ്യാം. കാരണം വെള്ളം അബ്ദുഖാനാണോ ചോദിക്കും. അപ്പോൾ ഒരു കന്നാസിക്ക് കൊണ്ടുപോയാലേ ആൾക്കാർക്ക് തൃപ്തിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 1000 ലിറ്റർ വെള്ളം മിനിമം പകലും പോകുന്നുണ്ട്. അപ്പോൾ 2000 ലിറ്റർ വെള്ളം റോട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആവറേജ് ഒരു 14 ലിറ്റർ വെള്ളം നമ്മളെ കിണറ്റുന്ന ആളുകൾ മൊത്തത്തിൽ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആവറേജ് കണക്കൂട്ടാണ് ഇപ്പോൾ ഒരു വീട്ടിൽ 1000 വെച്ച് കൂടും. പിന്നെ നമ്മളെ കൃഷിയും കാര്യമൊക്കെ നടക്കാനും അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായത് ഈ ഒരു ഇതാണ്. ഇപ്പോൾ എൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഇന്ന് ഇത്രയും മഴ പെയ്തല്ലോ. നിങ്ങളിപ്പോൾ വന്നപ്പോൾ എവിടെയും വെള്ളം കണ്ടോ? മറ്റേ ഓരോ വീട്ടിൽ പോയി വെള്ളം എന്താ കാട്ടുന്ന ഒരാൾക്ക് നമ്മളെ വെള്ളം മൊത്തം പോയിട്ട് നമ്മളെ കുഴിയിൽ താന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ മഴ പെയ്താൽ ഇടമഴ പെയ്താൽ തന്നെ 48 മണിക്കൂർ നമ്മളെ കിണറ്റിൽ 1 മീറ്റർ 1.5 മീറ്റർ വെള്ളം പോകും. ആ പ്രതിഭാസമാണ്. ഇതാർക്കും ചെയ്യാവുന്നുള്ളൂ.